Audience. പറയാടാ ഉണ്ടാക്കല്ലേ കണ്ടു കഴിഞ്ഞാ അറിയാലോ. തോണി തുഴയണം. പിന്നെ എനക്ക് എന്താ വേണ്ട? റോക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഈ സാധനത്തിനൊക്കെ റോക്കറ്റ് വെച്ച് വിട തന്നെ വേണം സമാധാനം കിട്ടണമെങ്കിൽ. ഒന്നാമത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലടി. ഇവിടെ തള്ളേനെ പറയണം. ഇവിടെ ഒരാള് നാഥനില്ലാന്നറിയാം. എപ്പോൾ പോയതാ? ഇവരുടെ മുമ്പ് പോയവരൊക്കെ ക്യാമ്പ് പോയിട്ട് മറ്റേ ചെക്കപ്പും കഴിഞ്ഞ് പോയി. ഇവരിനി ഡോക്ടറും പോയിട്ട് പൂട്ടിയിട്ട് വരുള്ളൂ എന്നാ തോന്നുന്നു. എടാ ഈ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സൗജന്യമായിട്ട് സ്ത്രീകളുടെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഇതൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് മരുന്ന് കൊടുക്കും. ആ പരിപാടിയാണ് അവിടെ. ഇപ്പം വെറുതെ കിട്ടണല്ലേ ആ പാസിറ്റും തിന്നുക. ഇതാണല്ലോ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പതിവ്. കാരണം പറഞ്ഞിട്ട് അവിടെ ചെല്ല. ഇതൊക്കെ ജനങ്ങളെ പറ്റിച്ചിട്ടേ കുറേ മരുന്ന് തീറ്റിക്കാനുള്ള ഒരു വകുപ്പ് എന്നല്ലാണ്ട് വേറൊന്നും അല്ല ഇതിന് പറയാം. ആടിപ്പാടി വരണമൊക്കെ രണ്ടെണ്ണം. എന്താ കുട്ടികളത്? ഞങ്ങളെ ഇവിടെ ഉള്ളൂ എന്ന് അറിയില്ല. ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നോളാം. ചായയും വെള്ളമൊക്കെ വേണ്ട ഞങ്ങൾക്ക്. പിന്നെ വരാൻ പറ്റുമോ? എന്താ കുട്ടിയെ അങ്ങനെ വിഷമിക്കുന്നത്? എന്താ വിഷമിക്കുന്നത്? എത്ര പേര് നിങ്ങളൊക്കെ മുമ്പ് പോയവരൊക്കെ ചെക്കപ്പ് കഴിഞ്ഞു പോകണം. നിങ്ങൾ മാത്രം ഇത്ര വഴുകണം എന്താ? ഭയങ്കര ആളായിരുന്നു അമ്മാവാ. കഴിയണ്ടേ? എന്താ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു? എല്ലാം കൂടുതലാ. എന്തെല്ലാം കൂടുതൽ? അതല്ലെങ്കിലും അതല്ല, നിങ്ങൾക്ക് കൂടുതലാ. അസൂയ, കുരുട്ട്, കുശുമ്പ് ഒക്കെ കൂടുതലല്ലേ? കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം ചേച്ചിക്ക് കൂടുതൽ. അയ്യോ ഷുഗർ ഒന്നുമില്ല. ഷുഗർ മറ്റേ ബോർഡർ ലൈനിലാണ്. ബോർഡറിലൊന്നും കൊളസ്ട്രോളോ കൊളസ്ട്രോൾ കൂടുതലാ. ശരിയുണ്ട്. ഇച്ചിരിയൊന്നല്ല, 400. എത്ര? 400. അത് കുഴപ്പമൊന്നുമില്ല. അതെ നിയന്ത്രിക്കണം കുട്ടിയെ. ചേച്ചി അറ്റാക്കൊക്കെ വരും. പിന്നെ അത് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ ബ്ലോക്ക് വരും, അറ്റാക്ക് വരും. പൊരിച്ചത് മറുത്തൊന്നും ഇനി തിന്നണ്ട. അങ്ങനെ പറഞ്ഞു. അച്ചാറൊന്നും വേണ്ട, ഉപ്പൊക്കെ കുറച്ചോ. അത് മാത്രല്ല നടക്കാൻ പറഞ്ഞു രാവിലെ. എക്സസൈസ് ആണ് മെയിൻ ആയിട്ട്. അതൊന്നുമില്ല, ഭക്ഷണം ശരിയാക്കിയാൽ മതി. ഒന്നെങ്കിൽ നടക്ക്, അല്ലെങ്കിൽ എന്റെ കൂടെ ഡാൻസ് ചെയ്യും. ഡാൻസോ? അതൊന്നും പറ്റില്ല. നടന്നോ? രാവിലെ നേരത്തെ റീച്ച് നടന്നു. രാവിലെയോ? എത്ര മണിക്ക്? ഒരു 6 മണിയാകുമ്പോഴേക്കും കുട്ടികളുണ്ട്. ഒരു 5:30 പോയിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും വരിക. 5:30 മണിക്ക് ഞാൻ റോട്ടിൽ കൂടെ ഒറ്റയ്ക്ക് കിടക്കാനോ? വിളിച്ചോ? ഞാനാ? എന്നോട് ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ? മര്യാദക്ക് ഉറങ്ങാത്തത് കൊണ്ടുള്ള ക്ഷീണമാണെന്ന്. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിട്ട് പറഞ്ഞു ബ്ലഡ് തീരില്ല. ടോണിക്കിനൊക്കെ എഴുതി തന്നു. 5:30 വരെ കിടന്നുറങ്ങിയിട്ട് വന്നാ മതിന്നേ. ചേച്ചി 8 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഉറങ്ങണമെന്നാ പറഞ്ഞേക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിരിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ 8 മണിക്കൂർ ഇന്നിത്തോട്ട് ഉറങ്ങും. ഈ വെളുപ്പിനെ ഡാൻസ് ക്ലാസ്സിൽ പോണത് എല്ലാം വെച്ചുണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എത്ര നേരത്തെ കണ്ണിന്റെ അവിടെ ഒരു കളറുണ്ട്. ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങന്നെ വേണം. 8 മണിക്കൂർ ഒരാൾക്ക് ഉറക്കം. ചേച്ചി എന്തിനാ പേടിക്കണത്? 5:30 ചേച്ചി റോഡിലോട്ട് ചെല്ലി. എന്തോരം ആളുകളാണെന്നറിയോ? അവൻ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് അമ്മാവനുണ്ടെങ്കിൽ അമ്മാവനെ വരാലോ. അല്ല ഞാൻ എന്താ പറയാ, ഈ മുട്ടിന് ഭയങ്കര വേദനയും. അല്ല മുട്ടിന്റെ വേദനയൊക്കെ മാറും നടന്നു. അതൊക്കെ ഡോക്ടർ പറഞ്ഞു. ശ്വാസം മുട്ടലുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അല്ല ഡോക്ടർ പറഞ്ഞു നല്ലതാ നടക്കണേ. നിങ്ങൾ അധ്വാനിക്കാത്തവർക്കാണ് ഈ രാവിലെ എണീച്ച് നടക്കുന്നത്. അമ്മാവൻ ചെയ്തോട്ടത്തിൽ പോയിട്ട് ഏതെങ്കിലും വാഴയുടെ മൂട്ടിൽ നിൽക്കല്ലേ ഉള്ളൂ. ആര് പറഞ്ഞേ? അത് ചേച്ചിക്കല്ലേ എല്ലാം കൂടുതൽ. ചേച്ചി എന്തിനാ വല്ലവരെയും കൂട്ടു വിളിക്കുന്നത്? ചേച്ചി ഒറ്റയ്ക്ക്. ചേച്ചിയുടെ ആരോഗ്യം നോക്കേണ്ടത് ചേച്ചിയാണ്. ഒറ്റയ്ക്ക് നടന്നോട്ടോ. നടന്നില്ലെങ്കിൽ അപകടം പറ്റുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ നേരത്തെ നോക്കും. നേരത്തെ എഴുന്നേറ്റ് പോയില്ലെങ്കിൽ 5 മണിക്ക് ഞാൻ വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കും. അലാറം വെച്ച് എഴുന്നേറ്റാ മതി. എന്നെ വിളിക്കാൻ നിൽക്കല്ലേ കേട്ടോ. ഒന്നും വേണ്ട. പണ്ടത്തെ കാലം നല്ല റോട്ടിൽ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ. 5 മണിയാകുമ്പോഴേക്ക് നടക്കാൻ തുടങ്ങും ഓരോരുത്തർ. നടക്കണം. നടന്നില്ലെങ്കിൽ അവനവന്റെ ശരീരം കേടുവരും. ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ഇല്ലേ സൈലന്റ് അറ്റാക്ക് ഒക്കെ. നീ എന്നെ കൊന്നെടുക്കോ? ഇച്ചിരി കൊളസ്ട്രോൾ വന്നോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. ഗുളിക എഴുതിണ്ടാ? അപ്പൊ ഗുളിക കഴിച്ചിട്ട് 1 മാസം ഒന്ന് നടക്കുക. എന്നിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുമ്പോ കുറയുണ്ടെങ്കിൽ ആ ഗുളിക നിർത്തിയിട്ട് പിന്നെ നടക്കന്നെ. അങ്ങനെ ആരോഗ്യം അല്ലെങ്കിൽ നിനക്ക് കുറച്ച് തടി കൂടുതലുണ്ട്. ഇപ്പൊ ഒന്ന് കുറയണം. കൊഴുപ്പും കൊളസ്ട്രോളൊക്കെ കുറഞ്ഞാലേ നന്നാവും ട്ടാ. ചെല്ലുന്ന അടിയല്ലേ. ചെന്നിട്ട് ചെന്ന വഴിക്ക് ആദ്യം ഒരു പണി. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല നടക്കുന്നത്. പറ്റിയ വൈകിട്ടും കൂടെ നടക്കും. ചായ വേണോ? ചായ വേണേ. ചായ വേണോന്നോ? ഈ ചെക്കനൊന്നും കൂടെ കൊണ്ടുനടക്കാൻ പറ്റില്ല കേട്ടാ. അവന് ഒന്നുണ്ടാക്കി കൊടുത്താൽ വേറൊന്ന് എളുത്തരത്തിന് കൂടുതൽ കൊടുക്കണ്ട. അവനെല്ലാവരും റോക്കറ്റാത്ര അവന്. എനിക്ക് PSC കോച്ചിങ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു ചേച്ചി. മമ്മൂക്കയുടെ നിർബന്ധം കാരണം എന്നെ PSC കൊണ്ട് ചേർത്തേക്കുന്ന്. നല്ലതല്ലേ?
ഇപ്പൊ സാറിനൊരു ജോലിയുണ്ട്. അപ്പൊ നിനക്കും കൂടെ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നല്ല ഇതായില്ലേ. രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ ഇപ്പൊ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ശരിയാ. എനിക്ക് ഈ ബ്യൂട്ടീഷ്യനൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ അമ്മക്കൊക്കെ അതൊന്നും ഇഷ്ടമല്ല. ബ്യൂട്ടീഷ്യനെയൊക്കെ കാട്ടി നല്ല PSCക്ക് പോണതാ. ചിലപ്പം ഭാഗ്യത്തിന് ജോലി കിട്ടിയാലോ. ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് മുഷിയണ്ടല്ലോ. ചേച്ചി പറഞ്ഞത് സത്യമാ. പഠിക്കണ്ടേ? ഇതൊരു പാഠം പറയാപ്പോ. ഓ എന്താ രണ്ടുപേരും കൂടി പറമ്പിൽ പണി? ആ ചെടിക്ക് വെള്ളം ഒഴിക്കണോ? എന്ത് വെയിലല്ലേ. മൊത്തം അങ്ങ് വാടിപ്പോയി. എവിടേക്ക്? ഒരു വിശേഷം ഉണ്ടായി, അത് പറയാൻ വേണ്ടി വന്നതാ. ഒന്നുമില്ല, ഇന്ന് നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്താ വരാതിരുന്നേ? അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കൊളസ്ട്രോളോ BP ഒക്കെ ഉണ്ടെന്ന് പറയാൻ. വെറുതെ എന്തിനാണ്? ബെസ്റ്റ്. ഞാനൊക്കെ പോയായിരുന്നു. എന്നിട്ട് ഒരു കുഴപ്പമില്ല. എല്ലാം നന്നായിരിക്കണം. ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ഞാനോർത്ത് ചേച്ചി വരുമായിരിക്കും. ഞാൻ പേടിച്ചിട്ടാ തങ്കം വരാത്ത. ദൈവമേ, പക്ഷെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ചേച്ചി. എന്താന്നറിയാമോ, ചേച്ചി നാളെ എന്നോട് പറഞ്ഞില്ലേ കൈക്കൊരു തരിപ്പുണ്ടെന്ന് കിടക്കുമ്പോ അത് സൂക്ഷിക്കണം എന്ന്. പിന്നെ നടക്കാൻ നേരത്ത് കിതപ്പ്, സ്റ്റെപ്പ് കയറാൻ നേരത്ത് കിതപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അറ്റാക്കിന്റെ. അങ്ങനെ പറഞ്ഞോ? അറ്റാക്കിന്റെ എന്ന് പറഞ്ഞാലേ അവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ചേച്ചി. നമ്മുടെ ഈ കടവത്ത് ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ, ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി നല്ല ഭംഗിയുള്ളൊരു സുന്ദരി. അതിനൊന്ന് കാണണം കൊച്ചേ. വള്ളി പോലെ വള്ളി. അതെന്ത് പറ്റിയത്? ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്നോട് വന്നു വെച്ചു, തങ്കം ചേച്ചി മനസ്സിലായോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതാരാ എന്താന്ന് ചോദിച്ചപ്പോ പറയുവാണ്, ഞാൻ ശ്രീലക്ഷ്മിയാ കടവിലുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചേ. അപ്പൊ പറയുവാണ്, ചേച്ചിക്ക് ഉണ്ടായ അതേപോലെ ഇതിനാകെ കൈതരിപ്പും, 2 സ്റ്റെപ്പ് കയറാൻ പറ്റൂല. അവരുടെ മുകളിലത്തെ നിലയോട്ട് അവർ കയറാറില്ല എന്നൊക്കെ. അപ്പൊ ശ്വാസം മുട്ടും കിതയ്ക്കാനും തുടങ്ങും. അങ്ങനെ ആ കെട്ടിയാൻ പിടിച്ച പിടിയാലെ കൊണ്ടുപോയപ്പോഴത്തേക്കും കൊളസ്ട്രോള് 400. കിടപ്പുണ്ടോ? സൂഫിക്കുണ്ടോ കിടപ്പുണ്ട്? അപ്പൊ എന്നിട്ട് ആ പെണ്ണെന്തായാലെന്നറിയാമോ, നടന്ന് ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, ഒരു മരുന്നും കഴിക്കണ്ട, നടന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ നടക്കുമായിരുന്നു. 5:30 വീട്ടിൽ നിന്ന് പോയാൽ 6:30 ആകുമ്പോഴേ വരുള്ളൂ വെളുപ്പിന്. അപ്പൊ ചോദിച്ചു, വൈകുന്നേരം നടന്നാൽ മതിയോ എന്ന് ചോദിച്ചു. വെളുപ്പിന് നടക്കണോന്ന്. അതാ ഇതെന്ന്. അപ്പൊ ഞാൻ ചേച്ചിനോട് പറയാൻ വന്നതാ, പറ്റുമെങ്കിൽ ഈ പറമ്പിൽ കൂടിയൊക്കെ നടക്കും. പക്ഷെ ഇവിടെ നമുക്ക് കൈവീശി നടക്കാൻ പറ്റൂലല്ലോ, ഇങ്ങനെ വീശി വീശി നടക്കണം. എങ്കിൽ പിന്നെ നമുക്ക് നടക്കായിരുന്നു. നടക്ക്. പക്ഷെ രാവിലെയൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് പോകും തങ്കം? തമ്പിയണ്ണം വരൂലേ? ഇവിടും തമ്പിയണ്ണ നാടകം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങണല്ലേ. ഇതാണേ. നീ വരുവോ? ഞാൻ വരും. എനിക്ക് കിതപ്പുണ്ട് ചേച്ചി. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണെങ്കിൽ വേണമെങ്കിൽ ഞാനും കൂടി വരാം. ആണോ? എങ്കിൽ നമുക്ക് 3 നേരം കൂടെ 3 പേർക്ക് കൂടി പോവാം. അപ്പൊ അന്ന് 5:30 ആകുമ്പോ പോവല്ലേ? 5:30 അന്നാ പോട്ടെ ഞാൻ. പിന്നെ എനിക്ക് ചെക്ക് ചെയ്തപ്പോ കൊളസ്ട്രോൾ ഒന്നും ഇല്ല, പക്ഷെ ഇച്ചിരി ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. അപ്പൊ തങ്കത്തിന് നടക്കണം. എനിക്ക് വേണമെങ്കിൽ നടന്നാ മതി, നടക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നാ പിന്നെ പോവാല്ലേ? നമുക്കപ്പൊ നാളെ രാവിലെ. ഇനി നിങ്ങൾ കാല് മാറുവോ? ഇല്ല, രാവിലെ റെഡി ആവാൻ ചേച്ചി. ഞാൻ 5 മണിയാകുമ്പോ ഒരുങ്ങും. അന്ന് ഞാൻ പോട്ടെ. ചേച്ചി എന്തെല്ലാം അസുഖങ്ങളാന്നറിയോ ഇപ്പൊ. ടെസ്റ്റ് ചെയ്യാൻ പോകായിരുന്നല്ലേ? 5:30-ക്കാണ്. മറക്കല്ലേ? ഇല്ല. കുറച്ചുകൂടെ പതുക്കെ പോവാം. പക്ഷേ സ്പീഡിന് പോയി നമ്മള് ക്ഷീണിച്ചു. എന്റെ അമ്മ. ഹലോ. പുതിയ ആൾക്കാരാണോ? ഇത് കണ്ടിട്ടില്ലല്ലോ. അയ്യോ അല്ല, ഞങ്ങൾ ഇവിടെ ഉള്ളതാ. ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസമേ ഉള്ളൂ. എന്റെ പേര് ശങ്കരൻ. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. ഓ അത് ശരി. ഞാൻ തങ്കം. ഓക്കെ. ഞാൻ സുലു. സൂഫി. ഞങ്ങൾ അടുത്തടുത്തുള്ളതാ. അപ്പൊ ഇനി നമുക്ക് ദിവസം കാണാം. കാണാം. ഒത്തുകൂടാം. ശരി സാർ. ഓക്കെ.
വാ ഇവിടെ ഇച്ചിരി ഇരുന്നിട്ട് വാ. എന്റെ പൊന്നോ. എന്റെ പൊന്നെ. നടത്തക്കാര് വന്നാ ഓ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ അമ്മോ. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ഒരു വേദന ഇതൊക്കെ തോന്നും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉഷാറായിരിക്കും. ലില്ലി എന്തിനാ വിളിക്കണേ? ഇച്ചിരി വെള്ളം കിട്ടാ. അരമണിക്കൂറാവും. ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഒരു ചായ ഇട്ട് ചോദിച്ചപ്പോ അവളെ എണീറ്റ് വാച്ച് നോക്കിയിട്ട് പറഞ്ഞു 1 മണിക്കൂറും കൂടി ഉണ്ട് 8 മണിക്കൂർ ആവാൻ. ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ 8 മണിക്കൂറാവും. അപ്പൊ വെള്ളം കിട്ടും. അവൾക്ക് ഉത്തരവാദിത്തണ്ടേ? നല്ല എക്സസൈസിൽ അവൾ 8 മണിക്കൂർ ഡെയിലി ഉറക്കുന്നത് തീരുമാനിച്ചേക്കുക. അതങ്ങനെ. അപ്പൊ ചേച്ചി നാളെ 5:30 നാളെ ഞാൻ ഇല്ല തങ്ക. മുട്ടിന് എന്തോ ഒരു വേദന. അത് നടന്ന് ശരിയായിക്കോളും. ഇല്ല നാളെ കൂടെ നടന്നാ പിന്നെ എണീക്കാൻ പറ്റൂന്ന്. ഒരാഴ്ച ഉണ്ടാവുള്ളൂ. പറ്റൂല. ഞാൻ നാളെ ഇല്ല തങ്ക. സൂബി വരും. പൊന്നെ എനിക്ക് വയ്യ. എനിക്ക് വയ്യ. നടക്കാൻ വയ്യ ചേച്ചി. നടക്കാൻ എന്താ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്ക് പിന്നെ PSC പരീക്ഷ ഉണ്ട്, പഠിക്കണം. അതിനിപ്പോ എന്താ, രാവിലെ 1 മണിക്കൂറല്ലേ നമ്മൾ നടക്കണുള്ളൂ. പിന്നെ മുഴുവൻ ഇരുന്ന് പഠിക്കാലോ. ചേച്ചി എന്റെ കുട്ടികളെ ഒരാഴ്ച വേദന ഉണ്ടാവുള്ളൂ. നടന്നു നോക്ക്. പിന്നെ രാവിലെ നടക്കാൻ വേണ്ടി കൊളസ്ട്രോള് പോകും, വയറും മണ്ണും ഒക്കെ പോകും നടന്ന. ഇനിയിപ്പൊ വയറും മണ്ണും ഒക്കെ കുറഞ്ഞിട്ട് എന്തിനു തങ്ക? ഞാൻ പോട്ടെ. നിർത്തിയാ? ഞാൻ നിർത്തി. സൂഫിയ വയ്യ ചേച്ചി. പോട്ടെ എന്നാ. അയ്യേ എന്ത് മടിച്ചോളാത്. എന്തോ മാരകമായ ജോലി ചെയ്ത പോലെ വിളിച്ചിട്ട് വയ്യ പറയും. പിന്നെ എന്താന്നറിയാമാവാ, ഒന്നാമത്തെ റോഡ് നിറച്ചു ആൾക്കാരാ. അതല്ലേ നല്ലല്ല, നടക്കാൻ പറ്റണില്ല, ആൾക്കാരെ തട്ടും. ഓടി അവിടുന്ന്. അതേന്നെ, നമുക്ക് സ്പീഡിൽ നടന്നു പോകാൻ പറ്റില്ല. കുറെ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, കുറെ പേര് അങ്ങോട്ട് വരുന്നു. ഒരു ന്യായം പറയണ്ട. രാവിലെ ആരുണ്ടോ ഇല്ല എന്നുള്ളതല്ല. അവർക്കിപ്പോ വലിയ തടിയും കുഴപ്പവും കൊളസ്ട്രോളൊന്നും കാണാനില്ല. അവരുടെ പോലെയല്ല നീ. ബ്ലോക്ക് എങ്ങാനും ചെയ്ത് വീണിട്ട് സ്ട്രോക്ക് വന്നിട്ട് വീണ് കഴിഞ്ഞാ ഒരാളുണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ തങ്കം. അവനോന്റെ ശരീരം അവനോനും നോക്കി അവനോന് നല്ലത്. ആര് പറഞ്ഞു കേൾക്കണ്ട. നേരം വിളിച്ചാകുമ്പോ കുട്ടി നടക്കാറില്ല കേട്ടാ. നിറയെ നാട്ടിൽ ആൾക്കാരുണ്ട്, റോട്ടിൽ കൂടെ ഒക്കെ ആൾക്കാരുണ്ട്. ഒന്നും പഴയ കാലം എന്നല്ല ഇപ്പൊ പണ്ടത്തെ പോലെ രാത്രി 12 മണിക്കും 1 മണിക്കാ തിരുവനന്തപുരത്ത് കൂടെ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അത്ര സുരക്ഷ ഉറപ്പുവരുത്തിയ സംസ്ഥാനം അത്. ധൈര്യമായിട്ട് നടന്നോ. നാളെ രാവിലെ മാമനല്ലേ പറഞ്ഞു. നീ ഇപ്പം എന്ത് ചെയ്യണം? പോയിട്ടൊന്ന് കുളിച്ചിട്ട് നമ്മുടെ എന്നുണ്ടാക്കണ ഭക്ഷണം ഉപ്പുമാവ് കുറച്ചുണ്ടാക്കും. ശരി മതി. ഞാൻ 10 മിനിറ്റ് പത്രമാക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ ഞാൻ ശരി നിൽക്കട്ടെ, എന്നിട്ട് ഉണ്ടാക്കാം. എന്നെ മനസ്സിലായോ? ഇന്നലെ കൂടെ 2 പേരുണ്ടായിരുന്നില്ല, അവരൊക്കെ അവിടെ പോയി. അവര് ഇന്നലത്തോടുകൂടി നിർത്തി. മടിയാ. ഇതൊക്കെ കുറച്ച് ശീലം വേണം. ആദ്യം ഒന്നും ഇതൊന്നും പറ്റൂല. പിന്നെ ഇത് ഒരു അതിന് ശരിയായി വരുള്ളൂ. എന്നാ ശരി, ഞാൻ ഓർക്കട്ടെ. അങ്ങ് ഒറ്റയ്ക്കേ ഉള്ള? ഓ, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് നടക്കാം. ഞാനും കൂടെ, എനിക്ക് എന്തായാലും ഒരു റൗണ്ട് കൂടെ പോകണം. അല്ലെ, ഞാൻ നടന്നോളാം, അത് കുഴപ്പമില്ല. ഞാൻ കുഴപ്പമില്ല, ഞാനും കൂടെ നടക്കും. എങ്ങനെ ഇപ്പൊ അതുകൊണ്ട് നല്ല രസം. മിണ്ടി പറഞ്ഞൊക്കെ പോകാലോ. എന്തായാലും ഇപ്പൊ ഇൻട്രസ്റ്റ് ആയില്ലേ ചേച്ചി? ഒരാളെ കൂട്ട് കിട്ടിയല്ലേ. നാളെ മുതൽ ഞാൻ ഇത് കഴിക്കും രാവിലെ തന്നെ. എന്ത്? പാവയ്ക്ക. അതാര് പറഞ്ഞു? പാവയ്ക്ക ജ്യൂസ് കുടിക്കണം എന്ന്. ഞാൻ കൊളസ്ട്രോൾ ഒക്കെ കുറയാനും ഷുഗറൊന്നും വരാതിരിക്കാൻ. ആ മാമൻ ഷുഗറിനല്ല. അതായത് പുള്ളി ഡോക്ടറല്ലേ, ഹോമിയോ ഡോക്ടറല്ലേ. എന്തൊക്കെ കാര്യങ്ങളാടി അറിയാവുന്നത്. എനിക്ക് മറ്റേ ഇതൊക്കെ അയച്ചു തരാന്നാ പറഞ്ഞു തരാന്ന്. ഓരോ ദിവസം കഴിക്കേണ്ട മറ്റേ ഡയറ്റിന്റെ പ്ലാൻ അത് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല പാവം. പക്ഷെ ഉണ്ടല്ലോ, പ്രായം തോന്നില്ല. 70 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ തോന്നൂല. ആണോ? 70 വയസ്സുണ്ട്. നടക്കണം, നല്ല ചുറുകിലാണ്. ചെറുപ്പം മുതൽ നല്ല കാശുള്ള പാടൊക്കെ ഉള്ള തറവാട്ടിലും ജനിച്ച് നല്ല പോഷകാഹാരമൊക്കെ തിന്ന് പിന്നെ ഡോക്ടറായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. വേറെ ശരീരം നിളകളിലോ. അപ്പൊ നല്ല സൗന്ദര്യവും ശരീരമൊക്കെ ഉണ്ടാവും. ഒന്നുമല്ല, അത് ആ മനുഷ്യന് അതുപോലെയാണ് ശരീരം നോക്കുന്നത്. അല്ലാതെ അമ്മാവനെ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാഴത്തോട്ടത്തിൽ പോയിട്ട് ചാരി നിൽക്കല്ല.
മനസ്സിലായ? ഡോക്ടറാണെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രാവിലെ നടക്കും, വൈകുന്നേരം നടക്കും. ഞാൻ ഓർക്കാ വൈകുന്നേരം കൂടി പോയാൽ. ഞാൻ ചേച്ചിയോട് ആദ്യം പറഞ്ഞില്ലേ വൈകിട്ട് കൂടെ നടക്കണമെന്ന്. അയാൾക്ക് എത്ര വയസ്സായി? എക്സസൈസ് ഒക്കെ തുടങ്ങി. 70 വയസ്സ് വയറിരിക്കണമൊക്കെ. ആ മനുഷ്യന്റെ വയറ് എവിടെയാന്ന് കൂടി അറിയാൻ പറ്റില്ല. 70 വയസ്സ്. ആ ഞാനും 5 കൊല്ലം കഴിഞ്ഞാൽ ചീര കൃഷിയൊക്കെ വിറ്റിട്ട് നടക്കാറുണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ 70 വയസ്സാവണ്ടേ? അപ്പോഴത്തേക്ക് അമ്മാവന് നടക്കേണ്ടി വരത്തില്ല. അമ്മാവന് ഇരിപ്പായിരിക്കും, ചിലപ്പോ കിടപ്പുമായിരിക്കും. നാവ് വളച്ചൊന്നും പറയല്ലേ. പറയാൻ പറ്റത്തില്ല. ആ മാമനെ ഞാൻ പരിചയപ്പെടുത്തി തരാം, വാ എന്റെ കൂടെ. തങ്കം, അതൊക്കെ ചിലരുടെ ശരീരപ്രകൃതിയാണ്. ഇപ്പൊ സിനിമയിലെ പ്രേമനസീർ ചുള്ളനായിട്ട് മെലിഞ്ഞിരുന്ന ആളാ, മധുസാറ് തടിച്ചിട്ടിരുന്ന ആളാ. ഇപ്പോഴും നോക്കി നോക്ക്, അതൊന്നും അങ്ങനെയല്ല. ശരീരപ്രകൃതിയിലല്ല ഒരു മനുഷ്യന്റെ പണ്ടത്തെ ആരോഗ്യം. പോലെ അല്ല അതല്ലടി, ഈ അമ്മാവൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്. ഇല്ല, ഈ അമ്മാവൻ വണ്ണം വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അമ്മാവന്റെ ശരീരപ്രകൃതി വണ്ണം വെക്കാത്ത, പക്ഷെ വയറെന്തെങ്കിലും ചാടണം. ഒരു പ്രശ്നം എന്താ അറിയോ? അയാൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിയാത്തവർക്ക് 80-85 വയസ്സ് വരെ യുവത്വം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നവർ. കല്യാണം കഴിച്ച ആണുങ്ങളൊക്കെ പിന്നെ അമ്മാവന് 60-65 കിട്ടിയത്. അതിന്റെ മുമ്പ് ഞാൻ എത്രയൊന്നും കിട്ടിയില്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ നല്ല ചുള്ളനായിരുന്നില്ലേടി? എനിക്കറിയില്ല, എന്ത് പണ്ട് കഴിഞ്ഞ പോലെ ഇതിപ്പോ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ അമ്മായി എന്തും കണ്ടിട്ടാന്ന്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മാര് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മാവൻ നടക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് ഞാന് കാലിന്റെ മുട്ടിനൊരു വേണ്ട. വേറൊരു കാര്യമുണ്ട്, അമ്മാവനെ ആ മാമനെയും കൂടി നിർത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അമ്മാവൻ പുള്ളിയുടെ ചേട്ടനാന്ന് തോന്നും. അമ്മാവൻ ചേട്ടനാന്ന് അമ്മാവൻ ചേട്ടനാന്ന് തോന്നും പുള്ളിയുടെ. എന്തായാലും അങ്ങനെ ഒരാളുണ്ടായത് നന്നായി. കണക്ക് ധൈര്യമായിട്ട് നടക്കാലോ. സത്യം. എനിക്ക് അയാളെ ഒരു ദിവസം പരിചയപ്പെടണം. പിന്നെ എന്റെ ഈ മുട്ടുവേദനയൊക്കെ മാറിക്കഴിഞ്ഞാലേ ഹോമിയോ ഡോക്ടർ എന്നല്ലേ പറഞ്ഞു, മൂപ്പരെ കണ്ടിട്ട് ഞാനും കൂടാ നടക്കാൻ കൂടാ. പിന്നെ അയാള് പറയുന്നത് കേട്ടിട്ട് നടന്നോ. ആദ്യം മടി മാറ്റണം മനുഷ്യൻ, മടി. കേട്ടോ? എനിക്കെന്തായാലും ഇപ്പൊ ഭയങ്കര സംതൃപ്തിയാ. നന്നായി, എന്നാലും കൂട്ടുന്ന ഒരാളായാലോ. നീ മുടങ്ങാതെ നടന്നോളൂ. മെലിഞ്ഞിട്ടും ഉണ്ട് ചേച്ചി. ശരി ഒന്ന് ഒതുങ്ങി. ശരി, ഞാൻ വീട്ടിലെല്ലാരോടും പറഞ്ഞു സാറിന്റെ കാര്യം. എന്താ ഇത്ര നാളായിട്ടും കല്യാണം കഴിക്കാൻ? ഞാൻ ഈ കല്യാണം എന്ന് പറഞ്ഞത് നമ്മളെ മനസ്സിൽ പിടിച്ചവരെ കണ്ടല്ലേ കല്യാണം നടത്താൻ പറ്റും. ശരിയാ. ഈ തങ്കത്തിനെ പോലെയുള്ള ഒരു പെരുമാറാനൊക്കെ അറിയുന്ന ഒരു കുട്ടികളെ അങ്ങനെ ഒരാളെ കണ്ടെത്തട്ടെ. എനിക്ക് എന്നാ ഞാൻ സാർ അങ്ങോട്ട് പോട്ടെ, നാളെ കാണാം. തങ്കത്തിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? വന്നെ എല്ലാം ഇതിനകത്തോടെ നമുക്കൊന്ന് വായിച്ചു തുടങ്ങി മറുപടി തന്നാ മതി. ഓക്കെ? പ്രിയപ്പെട്ട തങ്കത്തിന്, ആരുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് വൈകി എത്തിയ പുഷ്പമാണ് എൻ്റെ തങ്കം. തങ്കം എനിക്കെല്ലാമാണ്. ഞാൻ എൻ്റെ തങ്കത്തെ പ്രണയിക്കുന്ന. എനിക്കറിയാം തങ്കത്തിന് ഭർത്താവ് കുട്ടികളുണ്ടെന്ന്. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരെ മറന്നുകൊണ്ട് തങ്കത്തിന് എന്നെ പ്രണയിക്കാൻ കഴിയില്ലേ? കഴിയുമെന്ന് തങ്കത്തിൻ്റെ മറുപടിക്കായി ഞാൻ നാളത്തെ ദിവസത്തിനായി ഉദ്ദേശം. ഇതിനാണ് അയാൾ ചേച്ചിയുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. എനിക്കറിയാമോ, ഞാൻ നടക്കാൻ പോയതല്ലേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പാദത്തിൽ എനിക്ക് ദേഷ്യം അരിച്ചരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പാവക്ക ജ്യൂസ് കൊണ്ടിരിക്കുന്നത്, ഫുഡിന്റെ മെനു അയച്ചിരുന്നു. ചേച്ചിക്ക് മനസ്സിലായില്ലേ അയാളുടെ ഉദ്ദേശം എന്തുവാന്ന്? ഇല്ല. ഓ, അല്ലാത്തവരുടെ ഒക്കെ കാര്യമായിരുന്നെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ കണ്ടുപിടിച്ചേനല്ലോ. ഞാനൊരു കാര്യം ചോട്ടെ, പ്രോത്സാഹിപ്പിച്ച ഞാനാ? അയ്യോ ലില്ലി, 70 വയസ്സുള്ള മാമനാണ്. 70 വയസ്സുള്ള എത്ര വയസ്സുണ്ടെങ്കിലും പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഇത് വരും. മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇങ്ങനെയൊക്കെ പറയല്ലോ ലില്ലി. ഇതെന്താണ്? എനിക്ക് അറപ്പാണ് കണ്ടിട്ട്. തന്നപ്പോ തന്നെ അപ്പൊ തന്നെ വോയിസ് നോക്കിട്ട് അയാളുടെ മൂടി കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? കിട്ടിയത് കിട്ടി. ഈ സംഭവം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇത് ഇവിടെ വെച്ച് കുഴിച്ചു മൂടി. എന്റെ മനസ്സിലും ചേച്ചിയുടെ മനസ്സിലും മാത്രം ഇരുന്നാൽ മതി. പ്രത്യേകിച്ചും ക്ലീറ്റോ ചേട്ടനോടും ഏട്ടനോടും പറയരുത്. പറഞ്ഞറിയാലോ, അയാള് പിന്നെ ജീവനോടെ ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് അമ്മാവൻ.
അറിയരുത്. ഞാൻ അറിഞ്ഞു, ഞാനെല്ലാം കേട്ടോണ്ടാ നിൽക്കണം. മറക്കണ്ട, നളൻ ദമയന്തിക്ക് കൊടുത്ത പ്രേമലേഖനം കെട്ടിത്തരും. കൊണ്ടാടിയിട്. എന്നെ നോക്കണ്ട. നിന്റെ ഈ ശങ്കരമാമന് എത്ര വയസ്സാന്നാ പറഞ്ഞു? 70. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൻ ശരീരം നോക്കാൻ നടക്കണമല്ല, വേറെ അസുഖത്തിന് മരുന്നിന് നടക്കണമെന്ന് മനസ്സിലായില്ലേ എനിക്ക്? ഇവന്റെ അസുഖം എനിക്കുണ്ടെങ്കിൽ നീ ജനിക്കണതിന്റെ മുമ്പ് ഞാൻ റോട്ടിൽ കൂടെ നടന്നേനെ. അവനെ കണ്ട കണ്ണോണ്ട് എന്നെ കാണരുതിട്ടാ. ഇവന്റെ സൂക്കടി ഞാൻ മാറ്റി കൊടുക്കാം. നാളെ നീ ഒറ്റയ്ക്ക്, ഞാൻ പോണില്ല. ഞാൻ പറയണ കേക്കടി, നാളെ നീ ഒറ്റയ്ക്ക് നടക്കാൻ പോണു. ഞാൻ വേണ്ടമ്മ, ഇത് ഇവിടെ കൊണ്ട് തീരട്ടെ. അങ്ങനെ പറ്റില്ല കുട്ടിയെ. നീ രാവിലെ നടക്കാൻ പോണു, പിറകെ ഞാനും വരുന്നു. എന്താ വേണ്ടത് ഞാൻ കാണിച്ചു തരാം. 70-കാരന്റെ പ്രേമം. നാളെ രാവിലെ. തങ്കം, ഇന്നെന്താ ഒരു 5 മിനിറ്റ് ലേറ്റാണല്ലോ? പിന്നെ തങ്കം, തങ്കത്തിനോട് എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഇന്നലെ തങ്കത്തിന് ഓർത്ത് എനിക്ക് ഉറങ്ങാൻ കൂടെ സാധിച്ചില്ല. എങ്ങനെ നേരം വെളുപ്പിച്ചത് എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ കാരണം എന്താന്ന് തങ്കത്തിനറിയാം. പിന്നെ ഞാൻ തന്ന കത്തിനുള്ള മറുപടി എന്തായിരിക്കും എന്നുള്ള ടെൻഷനാണ് എനിക്ക്. എന്റെ കത്തിന് മറുപടി തരൂലേ തങ്കം? ഞാൻ തന്ന മത്ര പട്ടി. നിങ്ങളാരാ? ആരാ യന്ത്ര? പെമ്പിളർക്ക് വഴി നടക്കണ്ടേ? ഇതാരാ? ഇത് എന്റെ തങ്കം. അല്ല, നീയ ശങ്കരനല്ലേ? എങ്ങനെ? ഇതാ പഴ കോഴി ശങ്കരനാടി. നിങ്ങൾ ആരാ? എടാ, കുഴിയിലേക്ക് കാലം നീട്ടാറായില്ലേ? ഇനിയെങ്കിലും ഈ വൃത്തികെട്ട സ്വഭാവം നിർത്തിക്കൂടെ? ഡാടാ ഇങ്ങോട്ടാ. എന്നെ മനസ്സിലായില്ല എനിക്ക്? പണ്ട് നീ ഇതുപോലെ രക്തമാ പറഞ്ഞൊരു പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്ത ഓർമ്മ എനിക്ക്. അന്ന് ആ സ്ത്രീയുടെ അനിയനും കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് നിന്നെ വന്ന് പെരുമാറിയത് ഓർമ്മണ്ട? ആ അങ്ങനെയാടാ ഞാൻ. നീ ഇപ്പൊ ഇന്നൊരു ലെറ്റർ കൊടുത്തില്ലേ? ഇവള് ഇതാരാന്നറിയോ? നീ അന്ന് ലെറ്റർ കൊടുത്ത രക്തമ്മയുടെ മകളാ. ഇനി ഇവൾക്കൊരു മോളുണ്ട്, അവള് പഠിച്ചോണ്ടിരിക്ക. ഇങ്ങനെ പോയാൽ നീ അവൾക്ക് ലെറ്റർ കൊടുക്കലോ? നിന്നെ ഇങ്ങനെ മുട്ട പറ്റില്ലടാ നായ.